മാറുന്ന ഫാഷനൊപ്പം മനസ്സ് നിറയുന്ന തിളക്കം. ആഗ്രഹിച്ച അഴകിൽ അണിഞ്ഞൊരുങ്ങാൻ ഇനി PVK ഫാൻസി. ഗ്യാരണ്ടി ആഭരണങ്ങളുടെയും ഗോൾഡ് കവറിംഗ് ആഭരണങ്ങളുടെയും വിസ്മയിപ്പിക്കുന്ന ശേഖരം. വിവാഹങ്ങൾക്കും വിശേഷങ്ങൾക്കും അണിയാൻ ട്രെൻഡി ഡിസൈനുകൾ. ഒപ്പം നിങ്ങളുടെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ ബ്രാൻഡഡ് കോസ്മെറ്റിക്സുകളുടെ വൻനിരയും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിശ്വസ്തയോടെ മിതമായ നിരക്കിൽ ഗുണമേന്മയുള്ള ആഭരണങ്ങൾ സ്വന്തമാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ PVK ഫാൻസി, ആറങ്ങോട്ടുകര. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വെടിക്കെട്ടില്ലാതെ തൃശൂർ പൂരം നടത്താൻ ധാരണയായി. കുടമാറ്റം 15 മിനിറ്റ് മാത്രമായി ചുരുക്കാനാണ് തീരുമാനം. സാധാരണ 1 മണിക്കൂർ നേരമായിരുന്നു കുടമാറ്റം. തൃശൂർ കളക്ടറേറ്റിൽ ദേവസ്വം മന്ത്രി VN വാസവന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലാണ് തീരുമാനമായത്. മറ്റു ചടങ്ങുകൾ പതിവ് പോലെ നടത്തണമെന്നുമായിരുന്നു തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ നിലപാട്. അപകടത്തിന്റെ വ്യാപ്തിയും നിലവിലെ സുരക്ഷാ പ്രശ്നങ്ങളും കണക്കിലെടുത്ത പൂരത്ത് നിന്ന് വെടിക്കെട്ട് പൂർണ്ണമായും ഒഴിവാക്കാൻ മന്ത്രിമാർ നിർദ്ദേശിച്ചു. വെള്ളിയാഴ്ച മുതൽ നടത്താനിരുന്ന ചമയ പ്രദർശനം 25 മുതൽ നടക്കും. ഇലഞ്ഞിത്തറ മേളം, മടത്തിൽ വരവ് ഉൾപ്പെടെയുള്ള പ്രധാന ചടങ്ങുകൾ ആഘോഷങ്ങളില്ലാതെ ആചാരമായി മാത്രം നടത്താനാണ് തീരുമാനം. വെടിക്കെട്ടിന് പകരമായി ഒരു കതിന മാത്രം പൊട്ടിക്കാനാണ് തീരുമാനം. ആനകളുടെ എണ്ണത്തിൽ കുറവുണ്ടാകില്ല. 15 ആനകൾ വീതമാകും ഇരുപക്ഷത്തുമായി അണിനിരക്കുക. ആചാരപരമായി നടക്കേണ്ട എല്ലാ കാര്യങ്ങളും നടക്കും. വെടിക്കെട്ട് ഒഴിവാക്കും. കുടമാറ്റം കുറച്ച് സെറ്റ് അതൊക്കെ എഴുന്നള്ളിപ്പ് സാധാരണ നടക്കണം. 15 ആനകൾ വീതം. അത് ഓരോ ആൾക്കാർക്ക് ഓരോ പോലെയല്ലേ. കുടമാറ്റം അതുപോലെ തന്നെ നടക്കും. പ്രതീകാത്മകമായിട്ട് നടക്കും. അത് കുറച്ച് ഇപ്പൊ നമ്മൾ 15 സെറ്റ് എന്ന് പറഞ്ഞിട്ടില്ല, ചിലപ്പോൾ കുറച്ചുകൂടി കുറയ്ക്കും. അപ്പൊ പ്രതീകാത്മകമായിട്ട് നടക്കും. തന്നെ നടക്കും. അവിടെ നടക്കും. 15 ആനകൾ വീതം ഉണ്ടാവും. പിന്നെ ബാക്കി വെടിക്കെട്ട് ഒഴികെ ബാക്കിയെല്ലാം അതുപോലെ തന്നെ നടക്കും. ആചാരങ്ങളൊക്കെ നടക്കും. ചെറുപൂരങ്ങളും ഉണ്ടാവും. ചെറുപൂരങ്ങളുടെ കാര്യങ്ങൾ അവര് പറയും. പാറമേക്കാവിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്, ആചാരം ഇലഞ്ഞിത്തറ മേളം തന്നെയാണ്. അതിന് യാതൊരു തർക്കവുമില്ല. അതിഗംഭീരമായിട്ട് നടക്കും. കുടമാറ്റവും നടക്കും. പ്രതീകാത്മകമായി 15 മിനിറ്റ് നേരം മാത്രമായിരിക്കും കുടമാറ്റം. കുടമാറ്റം വളരെ സാമ്പിൾ ഉൾപ്പെടെ എല്ലാ വെടിക്കെട്ടും ഒഴിവാക്കാണ്. ഒരു കതിര മാത്രം, ഒരു സിംബോളിക് ആയിട്ട് ഒരു കതിര മാത്രം, അല്ലെങ്കിൽ ഒരു കുഴിമേറ്റില്ല, ഏതെങ്കിലും ഒന്ന്. അതെന്താ വെച്ചാൽ ഒരു ആചാരമായിട്ടാണ് നടത്തണേ. അപ്പോൾ അത് തീരെ ഒഴിവാക്കാൻ മുഴുവൻ പറ്റില്ല. പക്ഷെ ഒരു കതിനോ ഒരു കുഴിമേറ്റിലോ മാത്രം വളരെ കുറച്ച് സിംബോളിക് പ്രതീകാത്മകമായിട്ട് നടത്തും. അത് ചമയ പ്രദർശനം ഒരു ആർഭാടമായിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ അത് ഇത് ദേശക്കാരും ഡിവോട്ടീസും ഡൊണേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ കുടകൾ മുഴുവൻ. അപ്പോൾ അവർക്ക് കാണാനും ദേശക്കാർക്ക് കാണാനുള്ള ഒരു സൗകര്യം ഉണ്ടാകും. അത് 25-ാം തീയതി. അത് നാളെ ഉണ്ട്. അത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെ ഡിസ്പോസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഗവൺമെന്റ് ഓർഡർ ഇറക്കും. ചമയ പ്രദർശനം നാളെ നടത്തുന്നത് അറിയില്ല. അല്ല, ചമയ പ്രദർശനം ഇല്ല അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞു? ഞാൻ പറഞ്ഞത് അത് ഡിസ്പ്ലേ അതെന്താ കാരണം വെച്ചാൽ ഒരു ഒഫീഷ്യൽ ഉദ്ഘാടനമൊന്നും ഉണ്ടാവില്ല. ഇത് ഡിവോട്ടീസ് ഡൊണേറ്റ് ചെയ്തിട്ടാണ് അവർ കാണണം. അല്ലെങ്കിൽ അവർ വിചാരിക്കും എന്താ കാണിക്കാത്തതെന്നൊരു സസ്പെഷൻ ഉണ്ടാവും. അപ്പം അതിൻ്റെ ഒരു ചെറിയ പരിപാടിയായിട്ട് ലഘൂകരിച്ച് അത് നാളെയാണ്. അത് ക്ഷേത്രത്തിൽ വെച്ചിട്ട് തന്നെയാണ്. ഒരു പൂരപ്രേമി എന്ന നിലയിൽ ചെറിയ പൊലിമ കുറച്ചാണ് ഇത്തവണ നടത്തുന്നത്. ഈ സാഹചര്യം വന്ന കാരണമാണ്. അപ്പം അതിനോട് എല്ലാവരും സഹകരിക്കുക. പൂരപ്രേമികളോട് അതാണ് പറയാനുള്ളത് അല്ലേ? അതെ. പൂരപ്രേമിയോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഒരു ബോട്ടിൽ വെള്ളം കരുതുക. അതീവ ഹീറ്റാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കുടമാറ്റത്തിന് എല്ലാ കുടകളും ഉയർത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ പാറമേക്കാവിൽ നിന്നും എഴുന്നള്ളിപ്പ് പുറപ്പെടുന്ന സമയത്ത് കുറച്ച് കുടകൾ ഉയർത്താനും ധാരണയായിട്ടുണ്ട്. പൂരം എന്തായാലും ചടങ്ങുകളെല്ലാം ഭംഗിയാക്കി നടത്തും. വെടിക്കെട്ടുണ്ടാവോ? ഇല്ല, ഉണ്ടാവില്ല. കുടമാറ്റം ഉണ്ടാവോ? കുടമാറ്റം ആചാരപ്രകാരമുള്ള. എത്ര സമയം ഉണ്ടാവും കുടമാറ്റം? ആചാരപരമായ കാര്യങ്ങൾ നടത്തും. ആചാരപരമായ കാര്യങ്ങൾ മടത്തിൽ വരെ ഉണ്ടാവും. എല്ലാം ഉണ്ടാവും. എല്ലാ ആചാരങ്ങളും ഉണ്ടാവും. എല്ലാ ആചാരങ്ങളും കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ പൂരം നെട്ടാണ് നടക്കും. എല്ലാ ആചാരങ്ങളെല്ലാം കുടമാറ്റത്തിന് സമയം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അതായത് ഇതിന് റെസ്ട്രിക്ഷൻസ്
പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഭംഗിയായിട്ട് ആചാരങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കും. ഇതിൽ സഹകരിക്കുക. സോറി,